അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇഷ്ടജനങ്ങളെ, കൂട്ടുകാരെ, ഇന്ത്യൻ മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന നാം എല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആശങ്കയിലായിരുന്നു, വളരെയേറെ പ്രയാസത്തിലായിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന അധികാരികൾ അവരൊരിക്കലും മുസ്ലിമീങ്ങളെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ള, മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഫാസിസ്റ്റ് ശക്തികളാകാൻ പാടില്ല. നമുക്ക് ഒത്തൊരുമയോടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ സർവ അവകാശങ്ങളും നേടിത്തരുന്ന, മുസ്ലിമീങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്ന, മറ്റു എല്ലാ മതങ്ങൾക്കും ഒരുപോലെ സ്വാതന്ത്ര്യം നേടിത്തരുന്ന നല്ലൊരു അധികാരികളെ നമുക്ക് നൽകണമേ അല്ലാഹ് എന്ന് മുസ്ലിം സമുദായം ദുആ ചെയ്തതുപോലെ തന്നെ വീണ്ടും ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ കയറിയിട്ടുണ്ടെങ്കിലും അല്ലാഹു തആല അവരുടെ ഭൂരിപക്ഷമൊക്കെ കുറച്ചുകൊണ്ട് പഴയ കാലം പോലെ സർവാധികാരികളായി വൺ മാൻ ഷോ എന്നതുപോലെ ഞാൻ ചെയ്തതേ നടക്കൂ എന്ന ആ വലിയ അഹങ്കാരത്തിൽ നിന്ന് അവർക്ക് വലിയ തിരിച്ചടി അല്ലാഹു കൊടുത്ത് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും അവർക്ക് മറ്റു ചില ആളുകളെയും കൂടി അല്ലാഹു കീഴ്പ്പെടുത്തിയത് കൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും ഒരിക്കലും ആ ഫാസിസ്റ്റ് ശക്തികൾക്ക് തൊടാൻ പറ്റൂല, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ആ രൂപത്തിലാണ് അവരുടെ അധികാരം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു ശത്രുക്കളുടെ ശക്തി ക്ഷയിപ്പിച്ച് മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു വലിയ വിജയം ഇന്ത്യ മഹാരാജ്യത്തും മറ്റു ഫലസ്തീന് പോലത്തെ മുസ്ലിമീങ്ങൾ കഷ്ടപ്പെടുന്ന സർവ്വ രാജ്യങ്ങളിലും അല്ലാഹു നേടി നൽകി തന്ന് അനുഗ്രഹിക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആദ്യമേ ദുആ ചെയ്യുകയാണ്. അപ്പോൾ മുസ്ലിം സമുദായം ഈ രൂപത്തിലൊക്കെ അല്ലാഹു നമ്മെ കഷ്ടപ്പെടുത്തുന്നതും മറ്റു ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ നാം അല്ലാഹുവിന്റെ ഓർമ്മയെ തൊട്ട്, അല്ലാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് പിന്മാറുമ്പോഴാണ്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് തന്ന നല്ലൊരു ഓഫറുകളാണ്, നല്ല അവകാശങ്ങളാണ് ദുൽഹിജ്ജ പോലത്തെ നാം ഇപ്പോൾ നിലകൊള്ളുന്ന ഈ മാസങ്ങൾ. ഈ മാസത്തിൽ ഒരുപാട് നന്മകൾ നാം ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹു അക്രമികളായ അധികാരികളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് തന്ന് ഇസ്സത്തോടെ കൂടിയുള്ള ജീവിതം തരുന്നതിൽ സംശയമില്ല. എല്ലാത്തിനും അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ കുറച്ച് നീണ്ടുപോയിട്ടുണ്ടെങ്കിലും വീഡിയോ കാണുന്ന ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് നമ്മുടെ ഈ ദീനി പ്രവർത്തനങ്ങളുമായി നിങ്ങൾ എല്ലായ്പ്പോഴും സഹകരിക്കണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിൽ ധാരാളം ഖൈറും ബറക്കത്തും ചൊരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ദീനി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന എല്ലാ മുഅ്മിനീകൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. വിഷയത്തിലേക്ക് കടക്കുകയാണ്. ദുൽഹിജ്ജ മാസം വലിയ പവറുള്ള മാസമാണ് മുഅ്മിനീങ്ങളെ. ആ മാസത്തിൽ ഒരുപാട് നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. ഖുർആൻ ഓതുന്നതിന് വലിയ പ്രാശസ്ത്യമുണ്ട്. ഈ മാസത്തിൽ ദിക്ർ ചൊല്ലണം. അറുപത്തിൽ അല്ലാഹുവിലേക്ക് അടുക്കേണ്ട മഹാന്മാരായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അതുപോലെ തന്നെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സ്മരണകൾ കൊണ്ടാടുന്ന മാസമാണ്. അതുമാത്രമല്ല, ഹജ്ജ് ചെയ്യേണ്ടുന്ന, ആ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സൽക്കർമ്മം ചെയ്യേണ്ടുന്ന മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം. ഈ ഒരു മാസത്തിൽ പ്രധാനമായും ചർച്ചയായിട്ടുള്ളത് ഈ ഒരു ദുൽഹിജ്ജ മാസത്തിൽ വൽ ഫജ്ർ സൂറത്ത് ഓതൽ സുന്നത്തുണ്ടോ ഇല്ലേ എന്നതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ആമുഖമായ ചില വിഷയങ്ങൾ നിങ്ങളെ ഉണർത്തിയിട്ടുള്ളൂ എന്ന് മാത്രമാണ്. നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. വൽ ഫജ്ർ സൂറത്ത് ദുൽഹിജ്ജ മാസത്തിൽ ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 വരെ ഓതൽ പ്രത്യേകം സുന്നത്താണ്. പക്ഷേ ചില സാധാരണക്കാരായ ജനങ്ങൾ ആ വിഷയത്തിൽ തർക്കത്തിലിരിക്കുന്നത് കൊണ്ട്, പല ആളുകളും ആ വിഷയത്തിൽ സംശയത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ അത് സുന്നത്താണോ ഇല്ലേ എന്ന് ഒന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഞാൻ എന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ ബൈളാവി എന്ന ഗ്രന്ഥത്തിന്റെ 491 പേജിലായി സൂറത്തുൽ ഫജ്ർ വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞ പ്രഭാതത്തെ തന്നെയാണ് സത്യം, 10 രാത്രികളെ തന്നെയാണ് സത്യം എന്ന് പറയുന്ന ആ ആയത്ത്, ആ സൂറത്ത് ഫുള്ളായി വിശദീകരിച്ചതിന് ശേഷം പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ സൂറത്തുൽ ഫജ്ർ ഫിൽ ലയാലിൽ അശ്രി ഗഫറ ലഹു വമൻ ഖറഅഹ ഫീ സായിരിൽ അയ്യാമി കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ. അഥവാ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ, ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ ആരെങ്കിലും സൂറത്തുൽ ഫജ്ർ
പാരായണം ചെയ്താൽ ഓതിയാൽ അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അതേസമയത്ത് ഈ വൽ ഫജ്ർ വലയാലിൻ നശ്ർ എന്ന് പറയുന്ന ഈ സൂറത്ത് ദുൽഹിജ്ജ ആദ്യ 10 മാത്രമല്ല, എല്ലാ സമയത്തും ഒരാൾ ഓതുകയാണെങ്കിൽ അള്ളാഹു പ്രത്യേകമായി ഖിയാമത്ത് നാളിൽ അവനിക്ക് ഒരു പ്രകാശം ഇട്ടുകൊടുക്കുകയാണ് എന്ന് ഈ സൂറത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ബൈദാവി റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നിട്ടോ ഈ ഒരു വിഷയം വിശദീകരിച്ചുകൊണ്ട് ബൈദാവിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഹാഷിയത്തു ശിഹാബി അലൽ ബൈദാവി എന്ന ഗ്രന്ഥത്തിന്റെ 9-ാം വാള്യം 492-ാമത്തെ പേജിൽ കാണാം ഖൗലുഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഖൗൽ അഥവാ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ ആരെങ്കിലും വൽ ഫജ്ർ സൂറത്ത് ഓതിയാൽ അവനിക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. മറ്റുള്ള എല്ലാ ദിവസത്തിലും ഓതിയാൽ അള്ളാഹു തആല അവനിക്കൊരു പ്രത്യേകമായ പ്രകാശം ഖിയാമത്ത് നാളിൽ ഇട്ടുകൊടുക്കുമെന്ന് പറഞ്ഞ ഈ ഹദീസ്, ഈ ഖൗല്, ഇത് ഹദീസുൻ മൗദൂആയ ഹദീസാണ് എന്ന് പറയാണ്. സ്വഹീഹ് അല്ലാത്ത കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസാണ് എന്ന് പറയാണ്. എന്നാൽ മഹാന്മാരായ ഫിഖ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വൽ ഫജ്ർ വലയാലിൻ നശ്ർ സൂറത്ത് ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങളിൽ ഓതൽ സുന്നത്താണ് എന്ന മസ്അലക്ക് തെളിവായി കൊണ്ടുവന്ന ഹദീസാണ്. അപ്പോൾ ഈ ഹദീസ് ഒരിക്കലും മൗദൂ ആയ ഹദീസ് അല്ല എന്ന് നമുക്ക് ഫിഖ് പണ്ഡിതന്മാരുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, നമുക്കറിയാം നമ്മുടെ കേരളത്തിലെയും കർണാടകയിലെയും പള്ളി ദർസുകളിലും മറ്റു പല പള്ളി ദർസുകളിൽ ഫിഖ് വിഷയം ആദ്യമായി കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈനിന്റെ 150-ാമത്തെ പേജിൽ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയാണ്, എല്ലാ ദിവസവും പതിവാക്കേണ്ട സൂറത്തുകൾ എണ്ണുന്ന കൂട്ടത്തിൽ പറയാണ്, യുസന്നു അയ്യുവാദിബ അലാ ഖിറാഅത്തി വൽ ഫജ്ർ വലയാലിൻ അശ്ർ ഫി അശ്രി ദിൽഹിജ്ജ. ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ, രാത്രികളിലാകട്ടെ പകലിലാകട്ടെ, പ്രത്യേകം വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറയുന്ന ആ ഒരു സൂറത്ത് പതിവാക്കൽ സുന്നത്താണ്. എന്നിട്ട് പറയാണ്, വറഅത്ത് ഫീ കുല്ലിഹാ അഹാദീസുൻ ഗൈറ മൗദൂആ എന്ന് പറഞ്ഞാൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയാണ്, ഈ രൂപത്തിൽ പിന്നെ ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ സൂറത്ത് ഓതണം എന്ന വിഷയത്തിൽ വന്ന ഹദീസുകളെല്ലാം മൗദൂ അല്ലാത്ത സ്വഹീഹായ പരമ്പരയിലൂടെ വന്ന ഹദീസുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ആ രൂപത്തിൽ പിന്നെ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ സൂറത്ത് ഓതൽ സുന്നത്താണ് എന്ന മസ്അല പറഞ്ഞത് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുകയാണ്. എന്നിട്ടോ ഈ ഫത്ഹുൽ മുഈൻ വിശദീകരിച്ചുകൊണ്ട് ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് മഹാനായ സയ്യിദുൽ ബഖരി റളിയല്ലാഹു അൻഹു ഇയാനത്തിൽ പറയാണ്, ഇയാനത്തിന്റെ 1-ാം വാള്യം 156-ാമത്തെ പേജിൽ കാണാം, വറഅത്ത് ഫീ കുല്ലിഹാ അഹാദീസുൻ ഗൈറു മൗദൂഅ എന്ന് പറഞ്ഞല്ലോ, മൗദൂ അല്ലാത്ത ഹദീസാണ് വിഷയത്തിൽ വന്നത്. അഥവാ ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 വരെ വൽ ഫജ്ർ വലയാലിൻ അശ്ർ ഓതൽ പ്രത്യേകം സുന്നത്താണ് എന്ന ഈ വിഷയം വഖദിസ്തൗഅബഹാ അൽ ഇമാം നവവി ഫി അദ്കാരിഹാ, ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന 2ാം ഷാഫിയാണ് എന്നറിയപ്പെടുന്ന ഇമാം ഷാഫി മദ്ഹബിലെ ആധികാരിക മുഫ്തിയും തീർപ്പ് കൽപ്പിക്കുന്ന മഹാനവറുകൾ അവരുടെ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം വളരെ വ്യക്തമായി കൊണ്ട് തന്നെ അവിടുത്തെ അദ്കാരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ആരും ഈ വിഷയത്തിൽ അശ്രദ്ധവാന്മാർ ആകാതെ നാം ധാരാളം ദുൽഹിജ്ജ മാസത്തിന്റെ 10 ദിവസങ്ങളാകുന്ന ഈ ഒരു സമയത്ത് പ്രത്യേകം വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറയുന്ന ആ സൂറത്ത് ഓതുന്നവരാകണം. ജോലി തിരക്കും മറ്റു ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും. എന്നാലും വലിയ സുന്നത്താണെന്ന രൂപത്തിലൊക്കെ ഫിഖ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന, വ്യക്തമാക്കി തന്ന, ആ വിഷയത്തിൽ വന്ന ഹദീസുകളെല്ലാം സ്വഹിയായ പരമ്പരയിലൂടെ വന്ന ഹദീസുകളാണ് എന്നൊക്കെ പറഞ്ഞ ഈ വിഷയം എല്ലാവരും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടു നടക്കുക, ഇത് ഓതുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യത്തിനും ഖൈറും ബറക്കത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് മറ്റൊരു നല്ല വിഷയങ്ങളുമായി ഇനിയുള്ള വീഡിയോകളിൽ വരുന്നതാണ്. അത് എല്ലാവരും നമ്മുടെ ദീനി ചാനലുമായി പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അല്ലാഹു തആല എല്ലാത്തിനും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.